എന്ന കടലിലേക്ക് ഇവിടെ ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങൾ ഇങ്ങനെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അമ്മയെ ഒരു നോക്ക് കാണാനായി, ആ സാന്ത്വനം ഒന്ന് അനുഭവിച്ചറിയാനായി, ആ ഒരു ആലിംഗനത്തിനായി അമ്മയുടെ മക്കൾ ഈ ഒരു വേദിയിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പുറത്ത് നിൽക്കുമ്പോൾ നമുക്ക് അത്തരത്തിലുള്ള കാഴ്ചകളാണ് കാണാൻ സാധിക്കുന്നതും. കാരണം എല്ലാവരും ഇങ്ങോട്ടേക്ക് വരുന്നു. അമ്മയുടെ ദർശനം വേദിയിൽ പുരോഗമിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അമ്മയെ ഒന്ന് കാണാനായി, അമ്മയോട് കുശലം പറയുവാനായി, അമ്മയോട് സങ്കടങ്ങൾ പറയുവാനായി, അമ്മയോട് കാര്യങ്ങൾ പറയുവാനായി മക്കളെല്ലാവരും ഇവിടെ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ ഇവിടെ ഒരുപാട് അമ്മമാരുണ്ട്. നമുക്ക് ഇവരോട് തന്നെ ചോദിച്ചറിയാം എവിടെ നിന്നാണ് വന്നതെന്ന്. അമ്മ എവിടെ നിന്നാണ് വരുന്നത്? മലപ്പുറം ജില്ലയിൽ നിന്ന്. ആദ്യമായിട്ടാണോ വരുന്നത്? അല്ലല്ല, 3 വർഷം. ആണോ? അതായത് 3 വർഷമായിട്ട് വരുന്നു. അമ്മ എന്ന ആ ഒരു അനുഭവം എങ്ങനെയുണ്ട്? ഞങ്ങൾക്ക് ആദ്യമായിട്ട് അനുഭവം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഇവിടുന്ന് ഒരു ഫ്രീ കാർഡ് കിട്ടും. അതില്ലാതെ ഞങ്ങൾ ഇവിടുന്ന് അമ്മേനെ കാണാൻ പോയത്, അമ്മേൻ്റെ അനുഗ്രഹം കിട്ടിയത്. 2ാമത്തെ വർഷം ഞങ്ങൾക്ക് ഒരു അനുഭവം ഉണ്ടായത്, ഞങ്ങളെല്ലാവർക്കും ഓരോ ടോക്കൺ കിട്ടും. ആ ടോക്കൺ ഞങ്ങൾക്ക് ഇല്ലാതെ, ഒരു കുട്ടിക്കില്ലാതെ ആ ടോക്കൺ ഇങ്ങനെ ഒരു തരത്തുനിന്ന് ഞങ്ങൾക്കത് ഞങ്ങളുടെ കയ്യിൽ കിട്ടി. അമ്മയ്ക്ക് ആ ഒരു അമ്മേൻ്റെ ഒരു അനുഗ്രഹം തന്നെ ഞങ്ങൾക്കത്. അങ്ങനെ 2 വർഷം ഞങ്ങൾക്ക് അമ്മേൻ്റെ ഒരു അങ്ങനെ ഒരു എല്ലാവരും മലപ്പുറം തന്നെയാണ്. മലപ്പുറം ചുങ്കത്തറ, നിലമ്പൂർ ചുങ്കത്തറ. അപ്പോൾ എന്താണ് അമ്മയെ പറ്റി എന്താണ് പറയാനുള്ളത്? അമ്മയെ പറ്റി പറയാൻ ഒരുപാട് പറയാനുണ്ട്. അമ്മ എല്ലാമാണ് അമ്മ. അമ്മ എത്ര വർഷമായിട്ട് വരുന്നു ഈ ഒരു പിറന്നാളിന് ആദ്യമായിട്ടാണ്. പക്ഷെ മഞ്ചേരിയും പിന്നെ ആരതി ഒഴിയാനൊക്കെ വന്നിട്ടുണ്ട്. ആദ്യമായിട്ടാണ് അമ്മയുടെ പിറന്നാളിന് വരുന്നത്. എങ്ങനെയുണ്ട് ആ ഒരു അനുഭവം? ഒരുപാട് നല്ല സന്തോഷമായി, ഒരുപാട് സന്തോഷമായി. അമ്മയെ കാണാൻ സാധിച്ചോ? പിന്നെ കാണാൻ സാധിച്ചു, കണ്ടു. നല്ല അനുഗ്രഹം കിട്ടി. ഞങ്ങൾ മിനിഞ്ഞാന്ന് വന്നിട്ടുണ്ട്. ഓക്കെ, അതാണ് മിനിഞ്ഞാന്ന് മുതൽ വന്ന ആളുകളാണ് ഇവിടെയുള്ളത്. അതായത് അമ്മയെ ഒന്ന് കാണാനായി മലപ്പുറത്ത് നിന്നാണ് ഈ അമ്മമാർ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവരോട് തന്നെ വീണ്ടും ഒന്ന് ചോദിക്കാം. മലപ്പുറത്ത് നിന്നാണ് വരുന്നത്? ആദ്യമായിട്ടാണ് വരുന്നത്. ആദ്യമായിട്ടാണ് വരുന്നത്. എങ്ങനെയുണ്ട് ആദ്യമായിട്ട് വരുന്നൊരു അനുഭവം? എങ്ങനെയുണ്ട്? നല്ല അനുഭവം തന്നെയാണ്. ഒന്നുമില്ല, നല്ല അനുഭവം തന്നെയാണ്. അമ്മയെ കണ്ടു, അനുഗ്രഹം വാങ്ങുകയും ചെയ്തു. എങ്ങനെയുണ്ട് അമ്മ അനുഭവം? എങ്ങനെയുണ്ട്? നല്ലതാണ്. അമ്മേനെ കണ്ട അനുഭവം പേടിച്ചു, സന്തോഷമായി. അതന്നെ, ഞങ്ങൾക്ക് അടുത്തടുത്ത വീടാണ് മലപ്പുറം. എങ്ങനെയുണ്ട് അമ്മ ഇവിടെ വന്നതിന് ശേഷമുള്ള ഒരു അനുഭവം? എങ്ങനെയുണ്ട്? നല്ല തന്നെയാണ്, നല്ലതായി. ഞങ്ങൾക്ക് അനുഗ്രഹമൊക്കെ കിട്ടി. അടുത്ത വർഷം വരില്ലേ? പോരണമെന്നുണ്ട്. മനുഷ്യൻ്റെ കാര്യമല്ലേ എന്ന് പറയാൻ വയ്യ. പോരണമെന്നൊക്കെ ഉണ്ട്. പോരണം. അതെ, ഇവരെയൊക്കെ കൊണ്ടുവന്നതെന്ന് പറഞ്ഞത് ഈ ഒരു ചേച്ചിയാണ്. ഇപ്പോൾ ഇവരെയൊക്കെ കൊണ്ടുവന്നു. എത്ര വർഷമായി വരുന്നുണ്ട്? ഞാനൊരു 10-15 വർഷമായി കൊണ്ടുവരാൻ തുടങ്ങിയിട്ട് ആളുകളെ. പക്ഷേ അന്നൊക്കെ ഞാൻ എന്നെ ആരെങ്കിലും കൊണ്ടുവരിക, അവിടെ ഇറങ്ങാൻ പറയുമ്പോൾ ഇറങ്ങും, പോകാൻ പറയുമ്പോൾ പോകും. പക്ഷേ അമ്മേൻ്റെ ഒരു കാരുണ്യം കൊണ്ട് ഞാൻ ഒരു പൊട്ടത്തിയായിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. പക്ഷേ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങളെ ആ ഭാഗത്തുനിന്ന് കോർഡിനേറ്റർമാർ ആരും ഉണ്ടായില്ല. അപ്പോൾ ഞാൻ 35 ആളുകളെ കൊണ്ടുവന്നു കഴിഞ്ഞ പ്രാവശ്യം. ഇപ്രാവശ്യവും കൊണ്ടുവന്ന് 35 ആളുകളെ ഞാൻ. അപ്പോൾ അതെനിക്കൊരു വലിയൊരു അമ്മേൻ്റെ കൃപയായിട്ടാണ് ഞാനത് കാണുന്നത്. കാരണം എന്താ അറിയോ, 35 ആളുകളെ നമ്മൾ കൊണ്ടുവരാം. അതും ലേഡീസാണ്, 2 ജെൻസ് ഉള്ളൂ. ഇത്രയും ആളുകളെയും കൊണ്ട് വരാൻ കഴിഞ്ഞത് വലിയൊരു കൃപയായിട്ട് തന്നെ കാണുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേ ഇല്ലായിരുന്നു, ദുരന്തം കാരണം. അപ്പോൾ ഞങ്ങളെ പൈസ എടുത്തിട്ടാണ് വന്നത്. എന്നിട്ടും ഞങ്ങൾ വന്നു. സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ തവണ നമുക്കറിയാം വയനാട് ദുരന്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നു. അല്ലെങ്കിലും അമ്മയുടെ ജന്മദിനം എന്ന് പറയുന്നത് ആഘോഷിക്കുന്നതിനോട് അമ്മയ്ക്ക് ഒരു താല്പര്യവുമില്ല. കാരണം അമ്മ പറയുന്നത് തൻ്റെ മക്കളെ സ്നേഹിക്കുക, തൻ്റെ മക്കൾക്കാവുന്ന സേവനം ചെയ്യുക. ഇന്നും അമ്മ പറഞ്ഞ അതാണ്. അമ്മ ഈ ലോകത്തെ ഒരു പുഷ്പം പോലെ കാണുന്നു. ഈ പുഷ്പത്തിൻ്റെ ഓരോ ഇതളുകളുമാണ് അമ്മയ്ക്ക് ഓരോ മക്കളും എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഇതളിന് എന്തെങ്കിലും ഒരു കേടുപാട് സംഭവിച്ചാൽ പോലും അമ്മയെ സംബന്ധിച്ച് അമ്മയ്ക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ്. അതാണ് ഇന്ന് രാവിലെയും അമ്മയുടെ ജന്മദിന സന്ദേശത്തിന് പറയുകയുണ്ടായത്. നമുക്കിവിടെ ഒരു ചേട്ടനുണ്ടെന്ന് ചോദിക്കാം, എവിടെ നിന്നാണ് വന്നതെന്ന് ചോദിക്കാം. ചേട്ടാ, എവിടെ നിന്നാണ് വന്നത്? ഞാൻ പാവുമ്പ അമ്മയുടെ സ്കൂളിൽ വർക്ക് ചെയ്യുകയാണ്. എത്ര വർഷമായി വരുന്നുണ്ട് ഇവിടെ? ഞാൻ ഒരു 10-30 വർഷം കൊണ്ട് വരുന്നുണ്ട്. അമ്മ എന്ന ഒരു അനുഭൂതി എങ്ങനെയുണ്ട്? അമ്മ നമ്മുടെ എല്ലാം അമ്മയാണ്. ലോകത്തിൻ്റെ എല്ലാം അമ്മയ്ക്ക് മക്കളാണ്. ലോകത്തുള്ള എല്ലാവരും അമ്മയുടെ മക്കളാണ് എന്നുള്ള ആ സങ്കല്പം, കാരുണ്യത്തിൻ്റെ, എല്ലാ സഹവർത്തിത്വത്തിൻ്റെയും എല്ലാത്തിൻ്റെയും ഒരു നിറകുടമായി അമ്മ നിലകൊള്ളുന്നു. അമ്മയെ കണ്ടായിരുന്നോ? അമ്മയോട് അല്ല, ഇന്ന് കണ്ടില്ല. അതെ,
ഈ പറഞ്ഞതുപോലെ നമ്മളിവിടെ ഓരോ ആളുകളോട് സംസാരിക്കുമ്പോൾ അവർ വർഷങ്ങളായി ഇവിടെ വരുന്ന ആളുകളാണ്. അതായത് ഇതിൽ ചില ആളുകൾ മാത്രമാണ് ആദ്യമായിട്ട് വന്നിട്ടുള്ളത്. ആ ആദ്യമായി വന്ന ആളുകളും പറയുന്നത് ഇനി ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാ വർഷവും അമ്മയെ കാണാൻ വരണമെന്നാണ് ഇവിടെ വരുന്ന ഓരോ മക്കളും ഓരോ ഭക്തരും പറയുന്നത്. അതാണ് ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്ന് പറയുന്നത്. എല്ലാവരും അമ്മയെ ഒരു നോക്ക് കാണാനായി, ആ ഒരു സ്നേഹത്തിൽ അലിയാനായി, ആ ഒരു ആലിംഗനത്തിൽ നേടാനായി, അമ്മയെ ഒന്ന് നേരിട്ട് കാണാനായാണ് ഇവിടെ അമ്മയുടെ ഓരോ മക്കളും വരുന്നത്. ഈ മനുഷ്യനോടും പ്രകൃതിയോടുമുള്ള ഒരു സ്നേഹവും കരുതലുമാണ് അമ്മ എന്ന് പറയുന്നത്. ഈ അമ്മയുടെ ഓരോ പിറന്നാളും എന്ന് പറയുന്നത് കരുതലിൻ്റെ, സ്നേഹത്തിൻ്റെ, സേവനത്തിൻ്റെ സന്ദേശങ്ങളാണ് നൽകുന്നത്. ഓരോ പിറന്നാളിലും അമ്മയുടെ ഓരോ ജന്മദിനത്തിലും ഓരോരോ പദ്ധതികളാണ് പ്രഖ്യാപിക്കപ്പെടുന്നത്. അതും ഈ നിർധനരായ ആളുകൾക്ക് വേണ്ടി, അവരുടെ ജീവിത സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി, അവർക്ക് അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിന് വേണ്ടി, അങ്ങനെ ഓരോ പ്രവർത്തനങ്ങളുമാണ് മഠം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നും അത്തരം പ്രവർത്തനങ്ങളുടെ തുടക്കവും തുടർച്ചയുമാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇവിടെ നടന്നത് മംഗല്യസുധയാണ്. 18 നിർധനരായ പെൺകുട്ടികളുടെ വിവാഹമാണ് അമ്മയുടെ സാന്നിധ്യത്തിൽ ഇവിടെ നടക്കുകയുണ്ടായത്. ആ ഒരു വേദിയിൽ എന്നെ സംബന്ധിച്ച് ആ വേദിയിൽ നിൽക്കാൻ കഴിഞ്ഞത് തന്നെ വലിയൊരു അനുഗ്രഹമുള്ള കാര്യമാണ്. കാരണം നേരിട്ട് കണ്ട് അറിഞ്ഞ് ആളാണ് ഞാൻ. അമ്മ ഓരോ വധുവിനും ആഭരണങ്ങൾ അണിയിച്ച് അവരോട് കാര്യങ്ങൾ തിരക്കി കുശലം ചോദിച്ച് അവരെ വേദിയിലേക്ക് ഇരുത്തുന്നു. അതിനുശേഷം ഈ 18 കുട്ടികളും ഇവരുടെ വധൂവരന്മാർ വന്നിരിക്കുന്നു. അതിനുശേഷം അമ്മയുടെ നേതൃത്വത്തിൽ ആ ഒരു വിവാഹം നടക്കുന്നു. ആ ഒരു കാഴ്ച എന്ന് പറയുന്നത് വളരെ മനോഹരമായിരുന്നു. അതിനുശേഷം ആ വധൂവരന്മാരെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അവർക്ക് ലഭിച്ചത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അവർ ജീവിതം തുടങ്ങുന്നത് ഈ അമ്മയുടെ അനുഗ്രഹം നേടിക്കൊണ്ടാണ്, അമ്മയുടെ സാന്നിധ്യത്തിലാണ് അവരുടെ ഒരു ജീവിതം തുടങ്ങുന്നത്. അവരെ സംബന്ധിച്ച് ആ 18 പേരെ സംബന്ധിച്ചും അവരുടെ ജീവിതത്തിൽ ഇതിലും ഒരു വലിയൊരു ഒരു പുണ്യ നേട്ടം ഉണ്ടാകാനില്ല. അമ്മ തന്നെ പറയുകയാണ്, നിങ്ങൾ സ്നേഹിച്ച്, നിങ്ങൾ സംസാരിച്ച്, നിങ്ങൾ വളരെ നന്നായി മുന്നോട്ട് പോകണമെന്ന അമ്മയുടെ ആശീർവാദത്തോടെ, അമ്മയുടെ അനുഗ്രഹത്തോടെ 18 പേരും പുതിയ ജീവിതത്തിലോട്ട് കടന്നു. ഇന്ന് രാവിലത്തെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഈ ഒരു സ്വാമിജിയുടെ സത്സംഗം ഉണ്ടായിരുന്നു. അതിനുശേഷം അമ്മ വേദിയിലേക്ക് വരുന്നു. അമ്മ വേദിയിലേക്ക് വരുമ്പോൾ അമ്മയെ കാണാനായി ആയിരങ്ങൾ, പതിനായിരങ്ങൾ, ലക്ഷങ്ങളായിരുന്നു ഈ വേദിയിലൊട്ടാകെ, വേദിയിലും വേദിക്ക് പുറത്തുമായിട്ടുണ്ടായിരുന്നത്. അമ്മയുടെ ആ ഒരു വരവ് കാണാനായി, അമ്മയെ ഒരു നോക്ക് കാണാനായി.